ഹലോ! ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂടെ 2 പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. നല്ല വെയിലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചൂടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ 2 പേരും പോകുന്നത് അവർ 2 പേരും മാത്രമായിട്ടുള്ള ഒരു ചെറിയ ഔട്ടിങ്ങാണ്. വീട്ടിലിരുന്ന് ബോറടിച്ചെന്ന് പറഞ്ഞിട്ടാണ് കൂടെ ഇറങ്ങിയത്. അപ്പോൾ നേരെ അവർ 2 പേരും പോണ അവന്യൂവിലേക്കാണ് കേട്ടോ. അവിടുന്ന് പിന്നെ ലൈബ്രറിയിൽ പോയിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് വരും. അപ്പോൾ ഞാൻ നേരെ പോകുന്നത് ജിമ്മിലേക്കാണ്. ഇന്ന് എനിക്ക് ജിമ്മിൽ സുംബ ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ. അപ്പോൾ അപ്പോഴൊക്കെ ഇങ്ങനെ ബുക്ക് ചെയ്യും, ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ജിമ്മിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യും. തിരിച്ച് വരുന്ന വഴിക്ക് വശുക്കുട്ടിയെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ ബസ്സിൽ വരുന്നുണ്ട്, നിങ്ങൾ ആ ബസ്സിൽ കയറിക്കോളാൻ. ഇപ്പം ഞാനില്ലെങ്കിൽ കൂടി വഷിക്ക് ഈ ബസ്സിൽ വരാനും പോകാനും ഒക്കെ അറിയാം. കാരണം നേരത്തെ 2 വർഷത്തോളം വഷി ഈ ബസ്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പേടിയൊന്നുമില്ല. പിന്നെ വീട്ടിൽ പോയിട്ടും ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വരുമ്പം കയറിയാൽ മതിയെന്ന്. 2 പേരും ദാണ്ട് അവന്യൂവിൽ നിന്ന് ചോക്ലേറ്റും ജ്യൂസും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടെ 2 പേരും കൂടി ഇരുന്ന് കണക്ക് പറയുകയാണ് ആരൊക്കെ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത്. അപ്പോൾ 2 പേരും ഗ്രെക്സൊക്കെ മേടിച്ച് കഴിച്ചു. തിരിച്ച് വരുമ്പോഴാണ് എനിക്ക് വേണ്ടിയാണ് പോലും ഈ ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നമ്മളത് വളരെ സന്തോഷമായി. കാരണം എനിക്ക് ചൂട് കാരണം ഇരിക്കാൻ വയ്യായിരുന്നു. ജ്യൂസ് കുടിച്ചപ്പം തന്നെ ഒരു ആശ്വാസമായത്. അങ്ങനെ ഇനിയിപ്പം നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ വെയിലെന്ന് പറഞ്ഞാൽ അന്യായ ചൂടും വെയിലുമായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ മീനും പിന്നെ അതുപോലെ തന്നെ ക്യാബേജും ബീൻസും കൂടിയിട്ടുള്ള തോരനും പിന്നെ രാവിലെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കഴിച്ചു. ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് വരുമ്പോഴേ കണ്ട കാഴ്ച ഇതാണ്. ഇവിടെ ഒരു തോട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നല്ല വെയിൽ കാരണമാണെന്ന് തോന്നുന്നു ഇന്ന് രാവിലെ എത്തിയത്. കാരണം ഇന്ന് നേരെ തിരിച്ചാണ്. ഫുള്ള് മഴ തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ചൂട് കാരണം ഇന്ന് മഴ പെയ്തില്ലെങ്കിലും ഉള്ളായിരുന്നു അതിശയം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരെ ജിമ്മിലേക്ക് പോവാണ്. ഞാൻ പിന്നെ നേരെ പോയത് മോറിസണിലേക്കാണ്. കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഏട്ടൻ നാട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആഴ്ചയിലുള്ള പോയി വാങ്ങലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ജിമ്മിൽ വരുന്നുണ്ട്. ഇത് തൊട്ടടുത്ത് തന്നെ മോറിസൺ ഉണ്ട്. ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് എനിക്ക് ബസ് കയറി വീട്ടിലെത്താമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അവന്യൂവിൽ ഇറങ്ങി പിന്നെയും ബസ് പിടിച്ച് പോകണം. ഇറങ്ങി വന്ന സമയത്ത് കുറച്ച് ചെറിയ മഴയുള്ളായിരുന്നു. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ നല്ല തകർത്തി മഴയായിരുന്നു ബസ്സിൽ വന്നുകൊണ്ടിരുന്നത്. എന്തായാലും രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. മോറിസണിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ 2 പേരും പറഞ്ഞു എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണേ കഴിക്കാനെന്ന്. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഇടയ്ക്ക് മിക്സറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ എവിടെ പോയെന്ന് പോലും എനിക്കറിയത്തില്ല. 2 ദിവസത്തിനുള്ളിൽ കാലിയായി. തുണിയൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചാ ഇനിയുണ്ടല്ലോ. അച്ഛൻ്റെ ചെയ്യൂലേ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് തനിയെ ചെയ്യണം. അതിന് ശേഷം ആദ്യം അമ്മയുടെ ചെയ്യണം, പിന്നെ അച്ഛൻ്റെ ചെയ്യണം. പിന്നെ അച്ഛനോട് മടക്കി വെക്കാം. അത് തന്നെ അച്ഛൻ ചെയ്യണ്ടേ? എസ്കേപ്പ് ഇവിടെ വേടാ. ഞാൻ പോയ സമയത്ത് 2 പേർക്കും തുണി മടക്കാനുള്ള ഒരു പണിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ വശിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പാസ്ത ഉണ്ടാക്കാൻ പോയി. അപ്പം ബാക്കി വന്ന് ഇനിയിപ്പം മടക്കുകയാണ്. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുത്തന്നു പാസ്ത. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം പാസ്ത ഉണ്ടാക്കാൻ ഇപ്പം നന്നായിട്ട് പഠിച്ചു. ചെയ്താണല്ലോ ഓരോന്നും പഠിക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുള്ള് മഴയായിരുന്നു. ഇത് അടുത്ത ദിവസം രാവിലെയാണ്. ഇന്നൊരു ചോറ് കൊടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു മലയാളി ഫ്രണ്ടുണ്ട്, വിനയ. അപ്പോൾ പുള്ളിക്കാരുടെ വളകാപ്പ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവയുടെ ചോറ് കൊടുപ്പാണ്. അപ്പോൾ രാവിലെ 9 മണിക്കാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 2 ബസ് മാറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഏട്ടനില്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ആ സമയത്ത് നാട്ടിലായിരുന്നു കേട്ടോ. പിന്നെ ഈ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു മടിയുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ച് ഏട്ടനോട് ഞാൻ സംസാരിച്ച ഏട്ടൻ പറഞ്ഞു നീ ചോറ് കൊടുപ്പ് കാണാൻ പോയില്ലെങ്കിൽ പിന്നെ എന്തിനാ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരിയാണല്ലോ, ചോറ് കൊടുപ്പ് കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോകണത്, എന്നാൽ പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് അങ്ങ് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ബസ് പിടിച്ച്. ഈ ബസ് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഇട്ട ബസ്സാണ് കേട്ടോ, ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അവന്യൂവിലെത്തി. ഇവിടുന്ന് നമുക്കിനി അടുത്ത ബസ് പിടിക്കണം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ആകാശം കാണാൻ എന്താ ഒരു ഭംഗി നോക്കിക്കുക. മൊത്തത്തിലൊരു തെളിഞ്ഞ ആകാശം. അപ്പോൾ രാവിലെ കുറച്ച് ഇങ്ങനെ മൂടിയിട്ടാണ് നിന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിൽ വന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ബസ് സ്റ്റോപ്പിലെത്തി. അത് അവന്യൂവിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെയുള്ള റോഡിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത് കേട്ടോ.
ഇവിടെ ചേച്ചി അനിയന് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ റൂട്ടിലൂടെയാണ് ഈ ബസ് പോകുന്നതെന്നുള്ളതിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ ബസ് എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ബസ്സിൽ കയറി കഴിഞ്ഞാൽ. നടക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ മേലെ നടക്കണം. തലേദിവസവും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വിവാഹംകുട്ടിക്ക് പിയാനോ ക്ലാസ് ഇവരുടെ വീടിൻ്റെ അടുത്താണ് നടക്കുന്നത്. അപ്പം പിന്നെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ അതുകൊണ്ട് ഇന്നലെ വന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് റൂട്ട് ഇപ്പം അറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. തലേദിവസം വന്നപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ടായിരുന്നു എങ്ങോട്ടാണ്. പിന്നെ മാപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് മാപ്പ് ഇട്ടുകൊണ്ട് പോകാം. ഇവിടെ കുറേ നല്ല നല്ല വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ കുറേ പഴയ കാറുകൾ കണ്ടത് കേട്ടോ. ഇന്നലെയും നമ്മളത് നോട്ടീസ് ചെയ്തതാണ്. എല്ലാം ഓൾഡ് ടൈപ്പ് കാറുകളാണ്. പഴയ വിൻറ്റേജ് ടൈപ്പ് കാറുകൾ. ഇവിടെ ആർക്കെങ്കിലും അവരുടെ വീട്ടിലാർക്കെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രേസ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് മൊത്തം ഇങ്ങനെ വാങ്ങിച്ചിടത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് എത്താറായി. അടുത്ത് തന്നെയാണ്, നടക്കാൻ ഒരു 5 മിനിറ്റേ ഉള്ളൂ ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റിൽ തന്നെ ഒരു സ്കൂളും ഉണ്ട് കേട്ടോ. അവിടെ തന്നെയാണ് വിനയുടെ മൂത്ത മോള് പഠിക്കുന്നത്. വിനയ്ക്ക് പിന്നെ ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. എല്ലാം അടുത്തടുത്ത അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നുണ്ട്. 9 മണിക്കാണ് ചോറ് കൊടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഞങ്ങളൊരു 8:50 ആയപ്പോഴത്തേന് എത്തി കേട്ടോ. ബസ് കറക്റ്റ് ടൈമിന് കിട്ടി. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളാണ് ആദ്യം എത്തിയത്. രാവിലെ ആയതുകൊണ്ട് വിനയെ പിന്നെ പ്രത്യേകിച്ച് ആരും നിർബന്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും നേരം വെളുത്ത് എഴുന്നേറ്റ് വരണമല്ലോ. അത് മാത്രമല്ല വെക്കേഷൻ ആകുമ്പോൾ പിള്ളേരൊക്കെ പൊതുവേ കിടന്ന് ഉറക്കമായിരിക്കും. അപ്പോൾ പറ്റുന്നവരൊക്കെ രാവിലെ എത്താൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞാവയ്ക്ക് ചോറൊക്കെ കൊടുത്തു. പിന്നെ ഉച്ചയ്ക്ക് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഈവനിങ് ആയി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. ഇന്ന് രാത്രിയിലത്തെ കുക്കിംഗ് ഇവർ രണ്ടുപേരും കൂടെയാണ്. ഒരാൾ മുട്ട ഉണ്ടാക്കുന്നു, ഒരാൾ ബ്രെഡ് ഉണ്ടാക്കുന്നു. എന്തായാലും എനിക്ക് റെസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.